കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഇറാൻ അമേരിക്കൻ ഭീഷണിക്ക് മുമ്പിൽ ഒട്ടും താഴ്ന്നു കൊടുക്കാൻ സാധ്യതയില്ല. ഇറാന്റെ സുപ്രീം ലീഡറുടെ ഉപദേഷ്ടാവ് നൽകിയ ഏറ്റവും ഗൗരവമേറിയ മുന്നറിയിപ്പ് പ്രകാരം അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇറാൻ ആണവായുധം ഉപയോഗിക്കുമെന്നാണ്. ഈ മുന്നറിയിപ്പ് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ തന്നെ ഒരു ആണവ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ഒട്ടും ചെറുതാകില്ല. ഇറാൻ 50,000-ലധികം അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിടുന്ന IRGC കമാൻഡർമാരുടെ പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഇറാനിയൻ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദെ അമേരിക്കൻ ഗ്ലാസ് ഹൗസിലാണ് ഇരിക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നാൽ ആ ഗ്ലാസ് ഹൗസ് തകർക്കുമെന്നും അമേരിക്കയെ തരിപ്പണമാക്കുമെന്നും അദ്ദേഹം പറയുന്നു. ട്രംപ് വീണ്ടും അധികാരത്തിലേറിയതോടെ ഇറാനുമായി അസാധാരണമായ സംഘർഷം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് അമേരിക്ക തന്നെയാണ്. മാക്സിമം പ്രഷർ നയം ഒഴിവാക്കി ട്രംപ് രമ്യതയുടെ ഭാഗത്തേക്ക് നീങ്ങിയില്ലെങ്കിൽ ഇറാൻ ഏതു നേരം വേണമെങ്കിലും തിരിച്ചടിച്ചേക്കാം. അങ്ങനെയുണ്ടായാൽ നഷ്ടം ലോകത്തിന് ആകെയാണ്.